ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ശബരിമലയിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോസൊക്കെയാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ഞാൻ ഭഗവാന്മാർക്കെല്ലാം പനിനീർപ്പൂ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അമ്പലത്തിൽ പോയപ്പോൾ പൂ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ? എനിക്ക് ചേച്ചി പനിനീർ പൂവാണ് കേട്ടോ തന്നത്. എല്ലാ പ്രാവശ്യവും ഈ പൂവല്ല തരാറുള്ളത്, ഒരു കുഞ്ഞ് റോസാപ്പൂവുണ്ട് കേട്ടോ. നമ്മൾ ഈ അത്തപ്പൂക്കളത്തിനൊക്കെ ഇടുന്ന റോസാപ്പൂവാണ് തരുന്നത്. പക്ഷെ ഇത്തവണ എനിക്ക് ചേച്ചി പനിനീർ പൂ തന്നു. ചേച്ചീനെ ഞാൻ എൻ്റെ ഭഗവാന്മാരുടെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ദൈവങ്ങളുടെ. അങ്ങനെ ഞാൻ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഈ സംഭവം കൊള്ളാവോ, ഈ കണ്ണാടിയിലിട്ടിരിക്കുന്ന ഒരു മണി പ്ലാന്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യും. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം വീട്ടിൽ വാങ്ങിച്ചു കൂട്ടും. നമ്മുടെ വീടല്ലെങ്കിൽ നമ്മൾ വീടിനാ താമസിക്കുന്നെങ്കിൽ നമ്മൾ വീട് നല്ല ഭംഗിയാക്കി വെക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് കുറേ അമ്പലങ്ങളിൽ പോവുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ എൻ്റെ വീടിനടുത്തുള്ള, ഞാൻ ആലപ്പുഴ ജില്ലയിലാണ്, ആലപ്പുഴയിലാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് അമ്പലങ്ങളിൽ പോവുകയാണ്. ആദ്യം തന്നെ ഞങ്ങൾ പതിയാങ്കുളങ്ങര ദേവീക്ഷേത്രത്തിലാണ്. ആലപ്പുഴ ST കോളേജിനടുത്താണ് നമ്മുടെ ഈ പതിയാങ്കുളങ്ങര ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് കേട്ടോ വെള്ളിയാഴ്ച ദിവസം നാരങ്ങാ വിളക്ക് കത്തിക്കുക. പണ്ട് എൻ്റെ അമ്മ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും ഒരു വെള്ളിയാഴ്ച 1, അടുത്ത വെള്ളിയാഴ്ച 2, 3 അങ്ങനെ 10 എണ്ണമൊക്കെ കത്തിക്കുമായിരുന്നു. ഞാനും പോവുമായിരുന്നു കേട്ടോ. പിന്നെ അമ്മയായിട്ട് ഈ അമ്പലത്തിൽ സ്ഥിരം വരുമായിരുന്നു, ഈ അമ്പലത്തിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന രണ്ടാമത്തെ അമ്പലം കളർകോട് മഹാദേവ ക്ഷേത്രമാണ്. കളർകോട് മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ, എനിക്ക് ഇവിടെ ഇരിക്കുന്ന മഹാദേവൻ എൻ്റെ അച്ഛനെ പോലെയാണ് കേട്ടോ. പലർക്കും അങ്ങനെ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഭഗവാൻ ഇരിക്കുന്ന അച്ഛൻ എന്നുള്ള രീതിയിലാണ് എല്ലാവരും സങ്കല്പിക്കുന്നത്. ഈ അമ്പലത്തിൽ ഞാൻ എൻ്റെ കണ്ണൻകുട്ടൻ്റെ പ്രായം, ഏകദേശം ഒരു LKG പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ ചൂണ്ടുവിരലിൽ പിടിച്ച് ഞാൻ വരുമായിരുന്നു വൈകുന്നേരങ്ങളിൽ. ദിവസവും എൻ്റെ അപ്പൂപ്പൻ, ഈ അപ്പൂപ്പന്മാരൊക്കെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങത്തില്ലേ, അതുപോലെ ഞാനും എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ വരുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നോസ്റ്റുമാണ് എനിക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ. ഇപ്പോൾ മക്കളോടൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും കേട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ആലപ്പുഴയിൽ ഈ അമ്പലങ്ങളിലൊക്കെ വരാൻ. പിന്നെ ഞങ്ങൾ വന്ന ക്ഷേത്രം വണ്ടാനം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രമാണ്. തെറ്റിപ്പോയി കേട്ടോ. ഓക്കെ, പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നാക്ക് ഉളുക്കുമല്ലോ. അപ്പോൾ വണ്ടാനം അയ്യപ്പൻ്റെ അമ്പലമാണ്, അങ്ങനെ പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഇവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇവിടെ തിരുമേനിനെയൊക്കെ സഹായിക്കാനായിട്ട് നിൽക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ പുറകിൽ ഒരു കാടുണ്ട്. ഈ കാട്ടിൽ പണ്ട് നമ്മുടെ മോഹൻലാലിൻ്റെയൊക്കെ ഒരു സിനിമ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിൻ്റെയൊക്കെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മുരളി, മോഹൻലാൽ, ഗീതയില്ലേ, വാത്സല്യം എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ഫേവറേറ്റ് ഫിലിമാണ് കേട്ടോ വാത്സല്യം, മമ്മൂട്ടിയുടെ. അപ്പോൾ അതിനകത്ത് ഗീത എന്ന് പറഞ്ഞ നടിയില്ലേ, ഇവരുടെയൊക്കെ കൂടെ ഒരു കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സിനിമയാണ് കേട്ടോ, പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണിത്. ആ സിനിമയിൽ ഈ കാട്ടിലായിരുന്നു അവർ ഒളിച്ചിരിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് ഈ കാടിന് കേട്ടോ. വണ്ടാനം കാടെന്നാണ് പറയും. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഒരു കാടായിരുന്നു ഇത്. ഇപ്പം കുറേ മരമൊക്കെ വെട്ടി ആളുകൾ വൃത്തിയാക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. പണ്ട് നല്ല കാടായിരുന്നു. പിന്നെ ഇവിടെ കുരങ്ങനുണ്ടായിരുന്നു, കണ്ടമാനം കുരങ്ങനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ വണ്ടാനം അമ്പലത്തിൽ വന്നിട്ടാണ്, അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നാണ് ഇത്തവണ മാലയിട്ടത്. കഴിഞ്ഞ വർഷം ചേർത്തലയിൽ നിന്നാണ്, അതിന് മുമ്പത്തെ വർഷം ചേർത്തലയിൽ ഒരു അമ്പലത്തിൽ നിന്നാണ് മാലയിട്ടത്. ഇത്തവണ സമയപരിമിതികൾ കാരണം ഞാൻ വണ്ടാനം അമ്പലത്തിൽ വന്നു, ദൂരത്ത് വന്നാണ്, സമയപരിമിതികൾ കാരണം ദൂരത്ത് വന്നാണ് ഞാൻ മാലയിട്ടത്. എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ വണ്ടാനം അമ്പലത്തിൽ വന്ന് മാലയിട്ടു. അതെന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, എനിക്കിവിടെ എല്ലായിടത്തും പോകണം. വെള്ളിയാഴ്ച ദിവസം ഇറങ്ങിയാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കയറി ഇറങ്ങാൻ പറ്റുള്ളൂ. ഇനി ഒരു സ്പെഷ്യൽ അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ സ്പെഷ്യൽ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. ഇതെല്ലാം സ്പെഷ്യൽ അമ്പലമാണ് എങ്കിലും കുറച്ചുകൂടി ഒരാളെ കാണാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ കണ്ണൻകുട്ടന് വിശപ്പായി. ഞങ്ങളൊക്കെ ഒന്ന് വിശപ്പൊക്കെ സഹിക്കും
കഴിക്കും കേട്ടോ. പക്ഷെ കുഞ്ഞിന് വിശപ്പൊന്നും സഹിക്കാൻ പറ്റില്ലല്ലോ, അവൻ കുഞ്ഞല്ലേ. അങ്ങനെ ഞങ്ങളൊരു ആര്യാസ് ഒരു കടയിൽ കയറി നെയ് റോസ്റ്റ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ 4 പേരും നെയ് റോസ്റ്റ് കഴിച്ചു. അങ്ങനെ കണ്ണൻകുട്ടൻ്റെ വിശപ്പൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ കണ്ണൻകുട്ടനോട് പറഞ്ഞു, അമ്മ വേറൊരു കണ്ണൻകുട്ടനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ആര്യാസ് എന്ന് പറഞ്ഞ കട. അമ്പലപ്പുഴയിലാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ ഒരു ഉണ്ണിക്കണ്ണനില്ലേ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണൻ. എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ കുഞ്ഞു വാവ കണ്ണനുണ്ട് ഇവിടെ. അപ്പം ഞാനിത് നമ്മുടെ കണ്ണൻകുട്ടനോട് പറയും, കണ്ണൻകുട്ടൻ്റെ പേര് ഈ ഇവിടെ ഇരിക്കുന്ന ഭഗവാന്റെ പേര് തന്നെയാണ് ഞാൻ കണ്ണൻകുട്ടൻ ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കേട്ട്. അവനെപ്പോഴും പറയും, അവൻ ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെയും കണ്ണൻകുട്ടനെ ചോറ് കൊടുത്തിട്ടുണ്ട്. പൊന്നുകുട്ടീനെ ആദ്യം ചോറ് കൊടുത്തത് ഉണ്ണിക്കണ്ണൻ്റെ മുന്നിലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ അമ്പലപ്പുഴയിലാണ് പൊന്നുകുട്ടിക്ക് ആദ്യം ചോറ് കൊടുത്തത്. കണ്ണൻകുട്ടന് രണ്ടാമതെയാണ് കേട്ടോ ഇവിടെ ചോറ് കൊടുത്തത്. ആദ്യം കണ്ണൻകുട്ടന് ചോറ് കൊടുത്ത മണ്ണാറശാലയിലാണ്. അതൊരു കഥയുണ്ട്. മണ്ണാറശാല ആയില്യത്തിൻ്റെ അന്നാണ് കണ്ണൻകുട്ടൻ എൻ്റെ വയറ്റിലുണ്ടെന്ന് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ ഞാൻ നേർന്നു, ഒരു പ്രാർത്ഥനയോടുകൂടി നേർന്നു, എനിക്കൊരു ആൺവാവയെ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മണ്ണാറശാലയിൽ ചോറ് കൊടുക്കാമെന്ന് നേർന്നായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് മണ്ണാറശാല അമ്മ എനിക്കൊരു കണ്ണൻകുട്ടനെ തന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആദ്യം കണ്ണൻകുട്ടനെ മണ്ണാറശാലയിലാണ് ചോറ് കൊടുത്തത്. അമ്പലപ്പുഴയിൽ വന്നു. എൻ്റെ പൊന്നോ, എനിക്കറിയാൻ മേലേ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും വളരെ സമാധാനമാണല്ലേ. എന്തു സമാധാനമാണ്. ഞാൻ പറയാം, എനിക്ക് ഇവിടുന്ന് പോരാൻ തോരുന്നില്ല ഭഗവാനെ. ഞാൻ ഇനി ഇടയ്ക്ക് പോകും കേട്ടോ. ഈ ഒരു അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ ഇടയ്ക്ക് ഒന്നും കൂടെ പോകും. എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. പിന്നെ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്കേ ഇല്ലായിരുന്നു. ഭഗവാന്റെ നടയിൽ നിന്ന് അങ്ങനെ അങ്ങ് തൊഴുതു. നിറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. സിലോപ്പിയാന്ന് തോന്നുന്നു, വളർത്തുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നിറച്ച് വലിയ മീനുകൾ. നമ്മുടെ ഫോണിലൊന്നും ആ മീനുകളെ ഒന്നും ഒപ്പിയെടുക്കാൻ സാധിക്കത്തില്ല. ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്ന് കാലൊക്കെ അടിച്ച് കളിച്ചു കേട്ടോ. എന്ത് രസമല്ലേ അവിടെയൊക്കെ നിൽക്കുന്നത്. പിന്നെ ഭഗവാന് തൃക്കൈവെണ്ണ വാങ്ങിച്ചു കേട്ടോ. തൃക്കൈവെണ്ണ വാങ്ങിച്ച് നമ്മൾ ഉണ്ണിക്കണ്ണനെ കാണാൻ വന്നാൽ തൃക്കൈവെണ്ണ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ. അങ്ങനെ കണ്ണന് തൃക്കൈവെണ്ണയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഭഗവാനെ അങ്ങനെ അങ്ങ് നിന്ന് കുറേ നേരം തൊഴുതു. ആരും നമ്മളോട് മാറാനൊന്നും പറഞ്ഞില്ല കേട്ടോ. എത്ര നേരം വേണേലും തൊഴുതോ, എത്ര നേരം വേണേലും എന്നെ കണ്ടോളം എന്നുള്ള രീതിയിലായിരുന്നു ഭഗവാനും. അങ്ങനെ കണ്ണൻകുട്ടൻ ആ നടയിൽ നിന്ന് കണ്ണാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞ് എനിക്ക് അറിയാം കണ്ണനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്തൊക്കെ കയറി തൊഴുതതിന് ശേഷം പുറത്തൊരു ഗുരുവായൂർ നടയെന്നും പറഞ്ഞൊരു നടയുണ്ട് കേട്ടോ. അവിടെയൊക്കെ വന്നു പ്രാർത്ഥിച്ചു. പിന്നെ അതേ തൃക്കൈവെണ്ണ ഭഗവാനെ നേദിച്ച വെണ്ണയാണ് കേട്ടോ. പഴമുണ്ട് 4 എണ്ണം കേട്ടോ. ഞാൻ കൊടുത്തപ്പോൾ ഇത്രയും ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ 4 എണ്ണം. ഒരുപാട് വേറെ ആളുകളൊക്കെ കൊടുക്കുമല്ലോ. ഞാൻ പറയാം, ഭഗവാൻ 4 പേർക്കും കൂടെ കഴിക്കാനായിട്ട് തന്ന. ഭഗവാൻ ഇഷ്ടമായി നമ്മൾ ചെന്നതെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. 4 പേർക്കും ഓരോ പഴം ഭഗവാൻ തന്നു. അതൊക്കെ ഒരു ഐശ്വര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കണ്ണന് പരിഭവം ഉണ്ടായിരുന്നു, ഇത്രയും നാളായിട്ട് എന്താ കാണാൻ വരാഞ്ഞെന്ന്. നമ്മുടെ കണ്ണൻകുട്ടന് 2 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ലാസ്റ്റ് പോയതെന്ന് തോന്നുന്നു ഭഗവാനെ കാണാൻ അമ്പലപ്പുഴയിൽ. എനിക്ക് വേറൊരു കടവ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. എന്തായാലും ഈ വർഷം എങ്ങനെയെങ്കിലും പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെയൊക്കെ കണ്ടതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം എൻ്റെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടല്ലോ. അമ്മ മരിച്ചുപോയി. എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേർക്കറിയാം. ആ ഒരു വിയോഗം ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല. കാരണം അത്രമേൽ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമാണ് അമ്മയുടെ ഒരു ഇല്ലായ്മ. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ പ്രസൻസ് അറിയുന്നുണ്ട്. പിന്നെ കണ്ണൻകുട്ടനോട് അമ്മയുടെ കാര്യമൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെ അമ്മയോട് ശബരിമലയിൽ പോകുന്ന കാര്യവും അച്ഛനോടും പിന്നെ അപ്പുറത്തെ വീട്ടിലൊരക്കയുണ്ട്, അക്കയുടെ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അറവാട്ടമ്പലത്തിൽ വന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ് കേട്ടോ എൻ്റെ അറവാട്ടമ്മ. ഞാൻ പഠിച്ച സ്കൂളാണ് ആ കാണുന്നത്. +1+2 ആണ്. ഞാൻ തിരുവൻപാടി സ്കൂളിലാണ് 1 മുതൽ 10 വരെ പഠിച്ചത്. അതിനുശേഷം എനിക്ക് അറവാട്ടമ്പലത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മ ഈ അറവാട്ടമ്പലത്തിൽ എന്നെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് അറവാട്ടമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്കൂൾ ഉള്ളതുകൊണ്ട് അങ്ങനെ എനിക്ക് +1+2 അവിടെ അഡ്മിഷൻ കിട്ടി. കൊമേഴ്സ് ആയിരുന്നു ഞാൻ എടുത്ത് പഠിച്ചത്. അങ്ങനെ അവിടെ പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വന്ന് കാണും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ എൻ്റെ അറവാട്ടമ്മ. എൻ്റെന്ന് പറയുന്നത് ശരിയല്ല, അവിടെയുള്ള എല്ലാ ആളുകളുടെയും അമ്മയാണ് കേട്ടോ. എല്ലാവർക്കും
അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് അമ്മ. വിളിച്ചാൽ വിളിപ്പുറത്താണ് അമ്മ. എനിക്ക് 100 വിശ്വാസമാണ് അമ്മയുടെ കാര്യത്തിൽ കേട്ടോ. എൻ്റെ കയ്യിൽ അമ്മയുടെ ഫോട്ടോയൊക്കെ ഉണ്ട് എൻ്റെ ഭഗവാന്മാരുടെ കൂട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ അറവാട്ടമ്മേനെയൊക്കെ തൊഴുതു, ചെറിയൊരു വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം അന്നദാനം കഴിച്ചു. വെള്ളിയാഴ്ച ദിവസം വന്നാലേ അമ്മയുടെ അന്നദാനവും എനിക്ക് കിട്ടുകയുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ അമ്മയുടെ ഈ അന്നദാനം. ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ എത്ര വലിയ വില കൊടുത്ത് ആഹാരം കഴിച്ചാലും, എത്ര വലിയ നല്ല ആഹാരം വെച്ച് നമ്മൾ വീട്ടിൽ കഴിച്ചാലും അമ്മയുടെ ഈ ഒരു പ്രസാദ അന്നദാനത്തിനൊരു പ്രത്യേക രുചി തന്നെയാണ്. പിന്നെ ദേ അമ്മയുടെ പ്രധാനപ്പെട്ട വഴിപാടായ കടും പായസം. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും കടും പായസം നേരും കേട്ടോ. അമ്മയുടെ വഴിപാടാണ്. അത് നേർന്നാൽ ഞാൻ പോയി മേടിക്കുകയും ചെയ്യും. അതിനുശേഷം അവിടെ നിന്ന് കടും പായസമൊക്കെ മേടിച്ചതിന് ശേഷം സർപ്പക്കാവിൽ വന്നു. ഇതിൻ്റെ പുറകിലാണ് ഞാൻ കുഞ്ഞിലേ വളർന്നത്. കൊച്ചായിരുന്നപ്പോൾ ഇതിൻ്റെ പുറകിലായിരുന്നു അമ്മയുടെ കുടുംബ വീട്. അന്ന് മുതൽ കണ്ട് വളരുന്നതാണ് ഈ സർപ്പക്കാവിൽ. അങ്ങനെ ഞങ്ങൾ സർപ്പക്കാവിൽ വന്നു കേട്ടോ. സർപ്പത്താന്മാരെയൊക്കെ കണ്ട് പൊന്നുകുട്ടിയും അച്ഛനും ശബരിമലയിൽ പോകുന്നതിൻ്റെ കാര്യം എല്ലാ ഭഗവാന്മാരോടും പറഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് ആലപ്പുഴ ബീച്ചിൽ പോയി കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പാലത്തെ കൂടി നേരെ ബൈപ്പാസ് വഴി കയറി ഇറങ്ങി തുമ്പോളി ഭാഗത്ത് വന്ന് ഇറങ്ങുവാണ് എപ്പോഴും ചെയ്യുന്നത്. ഇത്തവണ ഞാൻ പുറകിലിരുന്നൊന്ന് തോണ്ടി പറഞ്ഞു, നമുക്കൊന്ന് ബീച്ചിൽ കയറി കുഞ്ഞുങ്ങളെ അവിടെയും കൂടെ ഒന്ന് കാണിച്ചിട്ട് പോകാം. ഇനിയൊരു വരവ് ഉടനെയൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലപ്പുഴ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. പക്ഷെ മക്കളെ കൊണ്ടുവരാറില്ല. ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിരിക്കും ആലപ്പുഴ വരുന്നത്. അപ്പം മക്കളെ സ്കൂളിൽ വിട്ടിട്ടല്ലേ വരുന്നത്. പാവങ്ങളല്ലേ, അതുങ്ങളെ ഇടയ്ക്കൊന്ന് കൊണ്ടുപോകണ്ടേ. ഈ അമ്പലങ്ങളിൽ കൊണ്ടുപോയാൽ മാത്രം പോരല്ലോ, പാവങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ബീച്ചിലും കൂടെ ഒന്ന് കയറാം. പുതിയൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. ദേ കണ്ണൻകുട്ടൻ ഈ സംഭവമൊക്കെ റെഡിയാക്കി കേട്ടോ. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാണേ. ഇങ്ങനെ ഈ സംഭവം കണ്ണൻകുട്ടനെ അറിയാം. ഇതെന്തോ എക്സോയോ അങ്ങനെ എന്തോ ഒരു സംഭവം, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മൾ കുഞ്ഞിലെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൻകുട്ടൻ അതൊക്കെ ശരിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ബീച്ചിൽ കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒന്ന് ബീച്ചിൽ കയറി. ഈ സംഭവം ഞാൻ റീൽസിലൊക്കെ കണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനൊരു സംഭവം പുതിയതായിട്ട് ആലപ്പുഴ ബീച്ചിൽ വന്നെന്ന്. അപ്പോൾ ഇതെന്തോ എക്സസൈസ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ ആളുകൾ വന്ന് ഇവിടെ എക്സസൈസ് ചെയ്യുമെന്ന് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. അങ്ങനെ ഞാനും കയറി അതിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു. കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വലിയവരുടെ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പേരും ഓരോന്നിലും ഇങ്ങനെ കയറി കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊന്നും ഇല്ല അവിടെ, എല്ലാം നശിച്ചു പോയി. ഇത് കുറേ നാളായോ ഈ സംഭവം തുടങ്ങിയിട്ട്, എനിക്കറിയത്തില്ല. ഇതിങ്ങനെ സ്വിറ്റ് ചെയ്യുന്ന എന്തോ ഒരു സാധനം, അത് എൻ്റെ കയ്യിൽ വീട്ടിലിരിപ്പുണ്ട്. പൊന്നുകുട്ടി അതിൽ കയറി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഇതുപോലൊരു ഏർമാടം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ഇങ്ങനെയൊക്കെ കുറേ വികസനങ്ങൾ വന്ന ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ. എപ്പോഴും ഒന്നും വരവ് നടക്കുന്നില്ല, കാരണം നമ്മൾ ആലപ്പുഴയിലായിരുന്നപ്പോൾ എപ്പോഴും ആലപ്പുഴ ബീച്ചിൽ പോകുമായിരുന്നു. ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ തന്നെയായിരിക്കും. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ പഴയ പോസ്റ്റ് എടുത്ത് നോക്കി അറിയാം, മിക്കവാറും ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ വരും കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആലപ്പുഴ ബീച്ചിൽ വന്നിരിക്കാൻ. പക്ഷേ ഇപ്പം അങ്ങനെ വരും, നമുക്ക് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴ വരെ വരുന്നത് ഇച്ചിരി പാടാം. പിന്നെ നമ്മൾ അർത്തിങ്കിലോ മാരാരി ബീച്ചിലൊക്കെ പോവേ, അവിടെയൊക്കെ പോകാനായിട്ട്. എനിക്ക് കടൽ കാണുന്നത് ഭയങ്കര ഇഷ്ടം. എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ആകാശം കാണാൻ ഇഷ്ടമാണ്, കടൽ ഇഷ്ടമാണ്, ആനയെ ഇഷ്ടമാണ്. പിന്നെ ഗർഭിണികളില്ലേ, കുഞ്ഞുവാവേനെ വയറ്റിലായിട്ടുള്ള ഗർഭിണികളെ കാണാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞുവാവമാരെ. അങ്ങനെ എനിക്കതുകൊണ്ട് കടൽ ഇഷ്ടമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടൽ കാണാൻ പോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് ഒരു പോപ്കോൺ വാങ്ങിച്ചു കേട്ടോ. കാരണം നമുക്ക് വേറെ ഒന്നും അവിടെ കഴിക്കാൻ പറ്റത്തില്ല, എല്ലാം നോൺ ഐറ്റമാണ്. പോപ്കോൺ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, കാരണം മാല ഇട്ടിരിക്കുമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പോപ്കോൺ വാങ്ങിച്ചു കഴിച്ചു. അതിനുശേഷം രാജേഷേട്ടൻ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് ഒരു പുതിയ പാലം വന്നിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴയിൽ. ഞാനിത് റീൽസിലൊക്കെ കണ്ടായിരുന്നു. എന്തോ 4 ദിക്കിലോട്ട് ഇങ്ങനെ പാലം പോലെ, ഇങ്ങനെ നമ്മുടെ SP ഓഫീസിൻ്റെ അടുത്തെന്തോ ആണ് ഈ പാലം. എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ആ സമയത്ത്, ഞാൻ മറന്നുപോയി. പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയില്ല. ഈ കണ്ട പോക്കൊക്കെ ആലപ്പുഴ പോയിട്ടോ ഇതിനൊന്നും റൗണ്ട് അടിച്ചില്ല കേട്ടോ. ഇത് ഞാൻ റീൽസിൽ മേളീന്ന് ആകാശത്തിൽ നിന്നുള്ള ഒരു ഇങ്ങനെ മേളീന്ന് വന്നിട്ട് ഇങ്ങനെ ക്യാമറയിൽ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങളൊന്ന് വലം വെച്ച് കുഞ്ഞുങ്ങളെ അവിടെയൊക്കെ കാണിച്ചു. വൈകുന്നേരങ്ങളിൽ ഇവിടെ പ്രായമുള്ളവരും അല്ലാതെ ആളുകളൊക്കെ വരും എക്സസൈസ് ചെയ്യാൻ, ഈവനിങ് വോക്കിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളിതേ ഇങ്ങോട്ട് പോരുവാണ് ചേർത്തലയ്ക്ക്. നമ്മുടെ ആലപ്പുഴയിൽ പഴയ കുറേ ബിൽഡിംഗ് ഒക്കെ, ഞങ്ങൾ ഒരു ദിവസം ഇതാണ് ആലപ്പുഴയിൽ
പഴയ കുറേ ബിൽഡിംഗ് ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെയൊക്കെ ഉള്ള പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ബായ്.